ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുന്നത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് മാത്രമാണോ എന്ന് സംശയിക്കും വിധമുള്ള കണക്കുകളാണ് എക്സൈസ് വകുപ്പിൽ നിന്നും പുറത്തുവരുന്നത്. കോതമംഗലം എക്സൈസ് റേഞ്ചിന് കീഴിൽ ജൂൺ മാസം ആദ്യവാരം ആകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകൾ 83 ഇവയിൽ 40ഓളം കേസുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പ്രതികൾ. ഉയർന്ന അളവിൽ ഇവരിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് ഇതെന്നും ഇവരിൽ നിന്നും വിവരം ലഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിദ്യാലയങ്ങൾ തുറന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടനെ തുറന്ന് കോഴ്സുകൾ ആരംഭിക്കും. പൊതുവെ രക്ഷകർത്താക്കൾ ഭയക്കുന്നത് പകർച്ചവ്യാധികളെയോ കനത്ത മഴയോ ഒക്കെയാണ്. എന്നാൽ ഭയക്കേണ്ട മറ്റൊന്നുണ്ട്. അതിലേക്ക് എത്തിക്കുന്ന ചില വിവരങ്ങളാണ് എക്സൈസ് വകുപ്പിൽ നിന്നും പുറത്തുവരുന്നത്. മറ്റൊന്നുമല്ല, വർദ്ധിച്ചുവരുന്ന കഞ്ചാവ് വിൽപ്പനയാണ് ഏവരും ഭയക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 2026 ജനുവരി മുതൽ ജൂൺ ആദ്യവാരം വരെയുള്ള കോതമംഗലം എക്സൈസ് റേഞ്ചിന്റെ രേഖകളിൽ കാണാനാകുന്ന കണക്കുകൾ ഭീതിപ്പെടുത്തുന്നവയാണ്. ജൂൺ 5 തീയതി വരെ റേഞ്ചിന് കീഴിലുള്ള ആകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 83 വിവിധതരം ലഹരി കേസുകൾ. ഇവയിൽ 38 കേസുകൾ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടവയാണ്. 38 കേസുകളും ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളായിട്ടുള്ളവയാണ്. 1 കിലോ കഞ്ചാവിന് മുകളിൽ അളവാണ് ഇവയിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉപയോഗമല്ല, മറിച്ച് വിൽപ്പനയാണ് ഇവരുടെ ലക്ഷ്യമെന്നത് വ്യക്തം. ഈ കഞ്ചാവ് ഒടുവിൽ വന്നെത്തുക നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികളിലേക്കും. അസം, വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് പ്രതികൾ എല്ലാവരും തന്നെ. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഉൾപ്പെടെ ആകെ 27 വിദ്യാലയങ്ങൾ, നഴ്സിംഗും ഡെന്റൽ കോളേജും ഉൾപ്പെടെ 10ലേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇവിടെയെല്ലാമായി പഠിക്കുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ 10,000 വിദ്യാർത്ഥികൾ. ലഹരി ഇവരിലേക്ക് എത്താതെ നോക്കുന്നതിന് സംവിധാനങ്ങൾ ജാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ലഹരി കൊണ്ടുവന്നെത്തിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മേൽ നിരീക്ഷണവും നിയന്ത്രണവും കൂടുതൽ ശക്തമാക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.